بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ ഞാൻ പറയുന്നത്? എൻ്റെ ഡിവൈസിന് എന്തോ ഒരു ഇഷ്യൂ കാണിക്കുന്നു. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, ബിസ്മില്ലാ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ലെസൺ. ഓക്കെ, നിങ്ങൾ തന്നെ കൊടുക്കൂ, ഹറക്കത്ത് കൊടുക്കൂ, ഇറാബ് പറയൂ. 11th വൺ. അൽ കഅബത്തു ഫി മക്കത്ത. കഅബ ഈസ് ഇൻ മക്ക. കഅബ മക്കയിലാണെന്ന് പറയാണ്. ഓക്കെ, അടുത്തത് ഫി ഹാദ. ബാക്കി ഹർക്ക കൊടുത്ത് ഫി ഹാദ കഴിഞ്ഞിട്ടുള്ളത് في هذا الشارع ثلاثة مساجد. Yes. In this street there are three mosques. ഈ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ തെരുവിൽ മൂന്ന് പള്ളികളുണ്ടെന്ന് പറയാണ്. ഓക്കെ, അടുത്തത് هذا الطبيب اسمه ويليام وهو من വില്യമാന്നാണോ? ഇസ്മുഹു വില്യമാന്നാണോ വില്യമൂന്നാണോ? എന്തുകൊണ്ട് വില്യമ എന്ന് പറയണേ? വഹുവ മിൻ ലണ്ടന വദാലിക ഇസ്മുഹു ഇസ്മുഹു ലൂയിസു വഹുവ മിൻ ബാരീസ. ഓക്കെ, ഈ വില്യമൂന് പകരം വില്യമ പറഞ്ഞ ആള് എന്തുകൊണ്ടാണ് ഫത്ഹ വന്നതെന്നൊന്ന് പറഞ്ഞേ. ബാക്കിയുള്ളവരിതൊന്ന് അനലൈസ് ചെയ്തേ. വില്യമു തന്നെയാണ്. വില്യമ വരാനുള്ള ഒരു റീസണും അവിടെ ഇല്ല.
അത് മൻസൂബും അല്ല മജ്റൂറും അല്ല, മർഫു ആണ്. ഓക്കെ, ഇനി അനലൈസ് ചെയ്തേ ഈ ജുംല. രണ്ട് രണ്ടല്ല, ആക്ച്വലി രണ്ടിൽ കൂടുതൽ ജുംല ഇസ്മിയ ഉണ്ട്. ബട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തേ. ട്രാൻസ്ലേറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, അനലൈസ് ചെയ്യൂ, വിശകലനം ചെയ്തേ. ഹാദ എന്താണ്? ഹാദ ത്വബീബു എന്താണ്? ഓക്കെ, ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദ. ഓക്കെ, ത്വബീബു. ത്വബീബു എന്താണ്? മുഷാരിൻ ഇലൈഹി. ഓക്കെ, അല്ലെങ്കിൽ ബദൽ. അടുത്തത് ബാക്കി പറയൂ. ഇസ്മു മുദാഫ് ഹു മുദാഫ് ഇലൈഹി ആൻഡ് വില്യമു ഖബർ എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ആണോ? ഇപ്പൊ ഈ ഇസ്മുഹു എന്തായിട്ടാണ് വരിക? രണ്ടുപേര് കറക്റ്റ് ആണ്. ഇസ്മുഹു വില്യമു ജുംല ഇസ്മിയ ഖബറാണ്. ഇസ്മുഹു ഇദാഫയാണ്, അതിൽ തെറ്റൊന്നുമില്ല, അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആ ഇദാഫ ഈ ജുംലയിൽ എന്താണെന്നുള്ളതാണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്. എപ്പോഴും ചിന്തിക്കണം ആ ഒരു വാക്ക് എങ്ങനെയാണ് മുന്നത്തെ വാക്കിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വാക്കുകളിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഇസ്മുഹുവിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ? അതല്ല, ഇസ്മുവിനെയാണ് ഖബർ വ മുദാഫ് എന്ന് വിളിക്കുന്നതെങ്കിൽ വില്യമൂനെ എന്ത് ചെയ്യും നിങ്ങൾ? ഓക്കെ, സോ ഇസ്മുഹു വില്യമു ജുംല ഇസ്മിയ ഖബറാണ്. ഇസ്മു മുബത്തദ, ആ ജുംല ഇസ്മിയ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇസ്മു മുബത്തദ വ മുദാഫ് ഹു മുദാഫ് ഇലൈഹി വില്യമു ഖബർ. ക്ലിയർ ആണോ? ഹാദ ത്വബീബു ഇസ്മുഹു വില്യമു. ദിസ് സ്റ്റുഡന്റ് ഹിസ് നെയിം ഇസ് വില്യം. ഈ സോറി, ദിസ് ഡോക്ടർ ഹിസ് നെയിം ഇസ് വില്യം. ഈ ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് വില്യം എന്നാണ്. ക്ലിയർ ആണോ? വഹുവ മിൻ ലണ്ടന വ ഹർഫുൽ അതഫ് ഹുവ മുബ്തദ, മിൻ ലണ്ടന ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ. ആ സെയിം കൺസ്ട്രക്ഷൻ ആണ് ബാക്കി. പക്ഷെ എന്താണ്, ഇതില്ലെന്നേ ഉള്ളൂ, മുഷാറിൻ ഇലൈഹി ഇല്ലെന്നേ ഉള്ളൂ. വദാലിക ഇസ്മുഹു ലൂയിസ, സോറി ലൂയിസു വഹുവ മിൻ ബാരിസ. വ ഹർഫുൽ അതഫ് ദാലിക ഇസ്മുൽ ഇഷാറയാണ്, മുബ്തദയാണ്. ഇസ്മുഹു ലൂയിസു ജുംല ഇസ്മിയ ഖബർ. ഇസ്മു മുബ്തദ വ മുദാഫ് ഹു മുദാഫ് ഇലൈഹി ലൂയിസു ഖബർ. വ ഹർഫുൽ അതഫ് ഹുവ മുബ്തദ മിൻ ബാരിസ ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ. And that his name is Louis and he is from Paris. And അത് അവന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ലൂയിസ്, അവൻ പാരീസിൽ നിന്നാണ്. ക്ലിയർ ആണോ? അടുത്തത് സയ്യാറത്തി ലൗനുഹ. ഓ, നെറ്റ് കട്ടായി, നിങ്ങൾക്ക് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഓക്കെ, അൽഹംദുലില്ലാ. പറയൂ, സയ്യാറത്തി ലൗനുഹ. അഖ്ദറു, അഖ്ദറ എന്ന് ആരോ പറഞ്ഞു. അഖ്ദറ ആണ് അഖ്ദറു ആണോ?
അഖ്ദറു ആണ്. റാവൻ ഫത്ഹ എടുക്കാനുള്ള റീസൺ എന്താന്ന് നോക്കൂ. അവിടെ അങ്ങനെ ഒരു റീസൺ ഇല്ല. ഓക്കെ, ഇത് അനലൈസ് ചെയ്തേ. അനലൈസ് ചെയ്തേ ഈ ജുംല. എന്താണ് മുബത്തദ? സയ്യാറത്തു മുബത്തദ. ബാക്കി മുബത്തദ മുദാഫ്. ബാക്കി യാ മുതകല്ലിം മുദാഫ് ഇലൈഹി. യാ മുതകല്ലിം ദമീർ മുത്തസിലാണ്. യെസ്. ബാക്കി പറയൂ. ബാക്കി പറയൂ. യെസ്, ലൗനുഹ അഖ്ദറു ജുംല ഇസ്മിയ ഖബറാണ്. അതെ, ലൗനു മുബത്തദ വ മുദാഫ്, ഹ മുദാഫ് ഇലൈഹി, അഖ്ദറു ഖബർ. മൈ കാർ ഇറ്റ്സ് കളർ ഇസ് ഗ്രീൻ. എൻ്റെ കാറ് അതിൻ്റെ നിറം പച്ചയാണ്. ക്ലിയർ ആണോ അത്? ക്ലിയർ അല്ലേ? അടുത്തത് ഐന്ദി ഖലമുൻ അഹ്മറു. അനലൈസ് ചെയ്യൂ. ഐന്ദി ഐന്ദി എന്താണ്? ജാർ മജ്റൂർ ആണോ? ഐന്ദ ഹർഫ് ജറ. عندي ظرف مضاف إليه شبه جملة خبر مقدم. يس. باقي قلم. കലമുൻ എങ്ങനെയാണ് വീണ്ടും ഖബർ ആവുക? കലമുൻ എന്താണ്? കലമുൻ ആണ്. മുബത്തദ മുഅഖർ വ മുദാഫ. مبتدا مؤخر وموصوف أحمر صفة. Okay. I have a red pen. എനിക്കൊരു ചുവന്ന പേനയുണ്ട്. ക്ലിയർ ആണോ അത്? البيت الأبيض في വാഷിംഗ്ടൺ. വാഷിംഗ്ടൺ വരാനുള്ള കാരണം അമ്നുമിന സർഫാണ്.
ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. അൽ ബൈത്തു മുബത്തദയാണ്, മൗസൂഫാണ്, അൽ അബിയദു സിഫയാണ്, ഫി വാഷിംഗ്ടൺ ജാർ മജ്റൂർ, ഷിബു ജുംല ഖബറാണ്. ദ വൈറ്റ് ഹൗസ് ഈസ് ഇൻ വാഷിംഗ്ടൺ. വൈറ്റ് ഹൗസ് വാഷിംഗ്ടണിലാണെന്നാണ്. അടുത്തത് പറഞ്ഞേ. ذهب. ഹർക്കത്ത് പറഞ്ഞേ. ദഹബ. അനാലിസിസ് അല്ല, ഹർക്കത്ത് ഇടുക ആദ്യമേ. ദഹബ മുഹമ്മദുൻ എന്നൊക്കെ ഹർക്കത്ത് പറയുന്നു എന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഹർക്ക പറഞ്ഞേ. ദഹബ അഹ്മദു. അഹ്മദിയോ. ദഹബ അഹ്മദു ഇല. ദഹബ അഹ്മദു ഇല മുഹമ്മദിൻ. ആരോ മുഹമ്മദ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, മംനു സർഫ് പഠിച്ച് പഠിച്ച് മംനു സർഫ് അല്ലാത്ത നാമങ്ങളിൽ നിങ്ങൾ ഫത്ഹ ഇട്ട് കൊടുക്കരുത്. ഓക്കെ. അഹ്മദ് വെൻ ടു മുഹമ്മദ്. ഇത് നിങ്ങൾക്ക് അറിയാം. അനാലിസിസ് അഹ്മദ് മുഹമ്മദിന്റെ അടുക്കെ പോയി എന്നാണ്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാലോ. ദഹബ ഫെയിലാണ്, അഹ്മദു ഫായിലാണ്, ഇല മുഹമ്മദിൻ ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫെയിലാണ്. അടുത്തതോ സെയിം കൺസ്ട്രക്ഷൻ, പക്ഷെ ഹർക്ക കൊടുത്ത്. ദഹബ മുഹമ്മദു എന്നാണോ പറയാ? ഹർക്കത്ത് കൊടുക്കുമ്പോൾ അവസാനം കറക്റ്റ് എങ്ങനെയാണോ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. മുഹമ്മദു പറഞ്ഞാൽ തെറ്റാണ്. ذهب محمد إلى أحمد. اوكي. ذهب فعل، محمد فاعل، إلى أحمد جار مجرور متعلق بالفعل. മുഹമ്മദ് went to അഹ്മദ്. മുഹമ്മദ് അഹ്മദിന്റെ അടുക്ക പോയി എന്ന് പറയാണ്. ക്ലിയർ അല്ലേ അത്? أمين مكة أنت. حرف الاستفهام من حرف جر. مكة اسم مجرور ആണ്. أنت ضمير منفصل. Are you from مكة എന്ന് ചോദിക്കുകയാണ്. നീ മക്കയിൽ നിന്നാണോ എന്ന് ചോദിക്കുകയാണ്. لا أنا من الطائف. لا حرف جواب. أنا مبتدأ من الطائف جار مجرور شبه جملة خبر. No, I am from طائف. അല്ല, ഞാൻ طائഫിൽ നിന്നാണ്. ക്ലിയർ അല്ലേ അത്? ലാസ്റ്റ് ജുംല ഒന്ന് ഹർക്കയിട്ടെ. أخت فاطمة طالبة. യെസ്. അനലൈസ് ചെയ്തേ.
أخت مبتدأ ومضاف. مهم. فاطمة مضاف إليه، يعني طالبة خبر. Fatima's sister is a student. ഫാത്തിമയുടെ സഹോദരി ഒരു വിദ്യാർത്ഥിനിയാണ്. ക്ലിയർ അല്ലേ അതെല്ലാം? ഇതുവരെയുള്ള ജുംലകള്? അൽഹംദുലില്ലാ. ഓക്കെ, ഇനിയുള്ളത് ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള എക്സസൈസ് ആണ്. നിങ്ങൾക്കറിയാം, ആമിനത്തു മിൻ വന്നാൽ ആമിനത്ത ഐ ലി അഹ്മദ. ഇതാണെങ്കിലോ അഹ്മദു ഉസ്മാനു. മിൻ പാകിസ്ഥാന പാകിസ്ഥാനു. ലി ഖദീജത്ത ലണ്ടനു. ഇല ബഗ്ദാദ ഇസ്താംബൂലു. മക്കത്തു ഫി മക്കത്ത ജുദ്ദത്തു. ഹഫ്ജർ വന്ന് അതിനെ മജ്റൂർ ആക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ മുദാഫ് വന്ന് മംനൂഇന സർഫിനെ മജ്റൂർ ആക്കുകയാണെങ്കിൽ മാത്രം അതിനെ ഫത്ഹ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് തൻവീൻ എടുക്കാതെ ദമ്മ മാത്രം. ക്ലിയർ ആണോ? ബാക്കി പറയൂ. മസാജി ദു മസാജിദു ഫി മദാരി. മദാരി സി എന്നാണോ? മദാരിസ. യാക്കൂ ബു ലി ഇസ്ഹാ. ഖ മുആവിയ. തു മിൻ മുആവിയ. തായാണ് ലി ആയിഷ. തായാണ് ആയിഷ. തു മുഹമ്മദ്. ദുൻ ഖാലി. ദുൻ ദുവാണോ? ദുൻ മിൻ അബ്ബ. സിൻ തൻവീനുണ്ട്. നുഅമ. നു ഹാമി ദുൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ലാസ്റ്റ് എക്സസൈസ് എന്താന്ന് വെച്ചാല്, ഓക്കെ, ഇവിടെ മാദൂദ് നമുക്ക് തന്നിട്ടുള്ളതിനെ നിങ്ങൾ ചേർത്ത് മാദൂദായിട്ട് പറയാം, നമ്പേഴ്സ് കൊടുത്തിട്ട്. ഓക്കെ, ശ്രദ്ധിക്കണം, ആ നമ്പേഴ്സ് മാദൂദ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാ പറയണ്ടേന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ഇതെന്തായിരിക്കും, എന്തിന്റെ പൊസിഷനിലാണ് ഈ മാദൂദ് വരിക? അനലൈസ് ചെയ്യുമ്പോൾ എന്താവസ്ഥയാണ്, ഏത് സ്റ്റേറ്റ് ആണ്? മജ്റൂറാണ് അല്ലേ? മുദാഫിലേഹി ആണ്, മജ്റൂറാണ്. സോ മംനൂ മിന സർഫ് ആണെങ്കിൽ ഫത്ഹ എടുക്കും. യെസ്. അർബഅതു ഫനാദിഖ തലാസതു മസാജിദ. ഓക്കെ, അപ്പൊ മസ്ജിദുൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫുന്ദുക്കും എക്സാമ്പിൾ മുകളിൽ തന്നു. മിന്തിയിൽ പറഞ്ഞേ, അർബഅ വെച്ച് പറഞ്ഞേ, അല്ലെങ്കിൽ ഹംസ പറയൂ. മൂന്നും നാലും പറഞ്ഞു, ഇനി 5 പറഞ്ഞേ. 5 ഹാൻഡ് കർച്ചീഫുകൾ എന്നെങ്ങനെ പറയും?
മിന്തിയില എന്നാണോ? ഹംസത്തു മിന്തിയില എന്നാണോ നിങ്ങൾ പറയാ? എന്താണ് നിങ്ങൾ പറയുന്നത്? ഹംസത്തു മനാദീല എന്നല്ലേ? എന്താണ് നിങ്ങൾ മുഫ്രദിൽ നിർത്തുന്നത്? മിഫ്താഹിന്റെ പറഞ്ഞേ, 6 വെച്ച് പറഞ്ഞേ. 6 താക്കോലുകൾ, 6 കീസ്. സിത്തത്തു മഫാത്തീഹ. ഓക്കെ, അടുത്ത സദീഖ് പറഞ്ഞേ. 7 സദീഖുകൾ അല്ലെങ്കിൽ കൂട്ടുകാര്, ഫ്രണ്ട്സ്. സബഅത്തു അസ്ദിഖാ. കറക്റ്റ് ആണ്. അടുത്തതോ ജമീലോ? 8 പറഞ്ഞേ. ഇത് മഅദൂദ് മാത്രല്ല, നമ്പർ ചേർത്തിട്ട് പറയൂ, അതത് ചേർത്ത് പറയൂ. 8 കൊളീഗ്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ്. 8 സഹപാഠികൾ എന്നിങ്ങനെ പറയുന്നേ. സമാനിയത്തു സുമലാ. സുമലായി എന്നാരോ പറയുന്നുണ്ടായിരുന്നു. സുമലാ. ഓക്കെ, അടുത്തത് കുർസിയുൻ. 9 കസേരകൾ, 9 ചെയർസ്. എങ്ങനെ പറയാ? തിസ്അത്തു കറാസിയ. കറാസിയ. ഓക്കെ, അടുത്തത് പറഞ്ഞേ. 3 സ്കൂളുകൾ. 3 സ്കൂൾസ്. ഒരാള് മാത്രമാണ്. 2 പേര്, അൽഹംദുലില്ലാ, കറക്റ്റ് പറഞ്ഞേക്കുന്നത്. സലാസത്തു മദാരിസ എന്നാണോ? ആണോ? സലാസത്തു മദാരിസ ആണോ? മദാരിസത്താണോ? സലാസത്തു മദാരിസ എന്നാണോ? അതത് മാദൂദിന്റെ നിയമം എന്താണ്? 3 to 10. മദ്രസത്തിന്റെ ജിൻസ് എന്താണ്? മുഅന്നസാണ്. അപ്പൊ അതത് എന്താവണം? മുദക്കർ ആവണ്ടേ? സലാസത്തു എന്ന് പറയാൻ പറ്റുമോ? സലാസു മദാരിസ. അടുത്തതോ ദഖീഖത്തുൻ. 4 minutes, 4 minutes.
ദഖായിഖു ആണ് ജമ. പറയൂ. അർബഉ ദഖായിഖ. അവിടെയും സെയിം, അർബഅതു വരരുത്. അർബഉ ദഖായിഖ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. നമ്മൾ ബുക്ക് കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്? ഫൗണ്ടേഷൻ ആണ് ഈ കഴിഞ്ഞേക്കുന്നത്. ആൻഡ് അത് തറോ ആണെങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. ഖുർആൻ വായിക്കുന്ന സമയത്ത്, ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് പല കൺസ്ട്രക്ഷൻസ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. ഈ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് നമ്മളിനി ഹാപ്പി ആൻഡ് അറ്റ് ദ സെയിം ടൈം സാഡ്. അതെന്താണ് സാഡ്? ഈ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഇൻഷാല്ല ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീടുള്ള ബുക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഇൻഷാല്ല. സാഡ് എന്താണ്? അൽഹംദുലില്ലാ, നിങ്ങൾ ഇത്രയും നാള് ഇട്ട എഫേർട്സും നിങ്ങൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന ലെവലും ഇപ്പോൾ ഉള്ള ലെവലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. മാഷാ അല്ലാ. എന്തോരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോയത്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഞാനിവിടെ നിർത്തുന്നില്ല. ഇൻഷാ അല്ലാ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഇൻഷാ അല്ലാ. ആം, ഓക്കെ. നമുക്ക് കുറച്ച് ടൈം ഉണ്ട്. അപ്പോൾ കുറച്ച് ആയത്തുകൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. ആൻഡ് ദെൻ കുറച്ച് റിവിഷൻ ക്ലാസ്സസും എടുത്ത് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. ബുക്ക് വൺ ഒപ്പം നിങ്ങളുടെ എക്സാമും. അപ്പോൾ എക്സാമിന് റെഡി ആയിക്കോളൂ. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനൊന്നും ഇനി ടൈം തരില്ല. റിവിഷൻ ടൈം, ഞാൻ റിവിഷൻ ക്ലാസ്സസ് എടുക്കുന്ന ടൈം ആയിരിക്കും നിങ്ങളുടെ റിവിഷൻ ടൈം. ആൻഡ് ബാക്കിൽ നിന്ന് പോയി ലെസൺ വൺ തൊട്ടിട്ടുള്ളത് തന്നെ നിങ്ങൾ തിയറി പോർഷൻ എല്ലാം റിവൈസ് ചെയ്യുക. കാരണം എക്സാം വരുമ്പോൾ കംപ്ലീറ്റ് ബുക്ക് ആയിരിക്കും എക്സാമിന് ഇൻഷാല്ലാ. ഓക്കെ. നമ്മൾ എക്സാം നിർത്തിയ പോർഷൻ വരെ ഞാൻ റിവിഷൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ആ റിവിഷൻ ക്ലാസ്സസ് പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ഉള്ളത് അതിൽ നിന്ന് കിട്ടും ഇൻഷാല്ലാ. ഓക്കെ. അതിനുശേഷം നമ്മൾ എടുത്ത പോർഷൻ ആയിരിക്കും ഞാൻ റിവിഷൻ ചെയ്യുക ഇൻഷാല്ലാ. ഓക്കെ. ആൻഡ് ഈ അടുത്ത ഒരു രണ്ടു മൂന്ന് ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ ഇൻഷാല്ലാ. അതിപ്പോഴേ ഞാൻ ക്ലാസ്സിൽ അനൗൺസ് ചെയ്യാണ്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാം ഇൻഷാല്ലാ. ഓക്കെ. അൽഹംദുലില്ലാ. നിങ്ങൾ പഠിച്ചത് നമുക്ക് ഫുൾ ഒരു സൂറ എടുത്തിട്ടൊന്നും അനലൈസ് ചെയ്യാനുള്ള ലെവല് നിങ്ങളായിട്ടില്ല. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെവല് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് ആയത്തുകൾ മാത്രമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇൻഷാല്ലാ പോകെ പോകെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫുൾ സൂറയൊക്കെ അനലൈസ് ചെയ്യുന്ന ലെവലാകുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ. ബിസ്മില്ല. ഇത് ക്ലിയർ ആണോ എന്നറിയില്ല. ഞാൻ ഇത് വെബിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് സൂറ അൽ ഫാത്തിഹ അറിയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. ബിസ്മില്ല, നമുക്കിത് അനലൈസ് ചെയ്യാം. ആദ്യത്തെ നാലായത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. സൂറ അൽ ഫാത്തിഹ, പിന്നെ നമ്മൾ സൂറ അൽ ബഖറയിലെ ഒരു ആയത്തും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് അനലൈസ് ചെയ്തേ. ബിസ്മി. ഓക്കെ. ഇത് ഞാൻ നിങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത് ജുംല ഇസ്മിയാണോ ജുംല ഫെയിലിയാണോ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ?
ആലോചിച്ചിട്ട് പറയൂ. ജുംല ഇസ്മിയാണോ ജുംല ഫെയിലിയാണോ എന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇതിനകത്ത് ഫെയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ജുംല ഇസ്മിയ എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നിങ്ങൾ ആ ഇസ്മ കൊണ്ട് തുടങ്ങുന്നതെന്ന് പറയുന്നത് ഏത് ഇസ്മിനെ സൂചിപ്പിച്ചിട്ടാണ്, ഏത് അല്ലെങ്കിൽ ഏത് ഇസ്മിനെ നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ ഒരു മുബത്തത ഉണ്ടാവണല്ലോ, ആ മുബത്തത ഏതാണ് ഇവിടെ? ജുംല ഇസ്മിയയ്ക്ക് മുബത്തതയും ഖബറും ഉണ്ടാവണം. മുബത്തത ഏതാണ് ഇതില്? അള്ളാഹ് എന്ന് പറയുന്നു, ലഫ്ദുൽ ജലാല റഹ്മാൻ എന്ന് പറയുന്നു. മുബത്തദയുടെ ഇറാബ് എന്താണ്? മുബത്തദയുടെ ഇറാബ് എന്താണ്? റഫാണ്, മർഫു ആണ്. അപ്പോൾ എവിടെ ഇവിടെ മർഫു ആയിട്ടുള്ള ഒരു ഇസ്മ? നിങ്ങൾ അള്ളാഹ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലഫ്ദുൽ ജലാല അത് മർഫു ആണോ? റഹ്മാൻ മർഫു ആണോ? റഹീം മർഫു ആണോ? ജുംല ഇസ്മിയ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഇല്ലാതെ എങ്ങനെയാ ഒരു ജുംല ഇസ്മിയ ഉണ്ടാവുക? മുബത്തത ഇല്ലാതെ എങ്ങനെയാ വരിക? അല്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന മുബത്തത ഹിഡൻ ആയിട്ട് വരുന്ന കേസൊക്കെയാണ്. ഓക്കെ. ബിസ്മി ജാറു വന്നതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അത് സ്റ്റിൽ മുബത്തതയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇത്രയും നാളും പഠിച്ചത് വെറുതെ ആയില്ലേ? ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം എന്ന് പഠിച്ചതിനെ മുബത്തദ എന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ ഇത്രയും നാളും നമ്മൾ പഠിച്ചത്? ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജുംല ഫെയിലിയാണ്. ആൻഡ് ആ ജുംല ഫെയില് നിങ്ങൾ നോക്കുമ്പോൾ ഫെയില് കാണുന്നില്ല. ബേസിക്കലി സ്കോളേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ ഫെയില് ഹിഡൻ ആണ്, മറഞ്ഞിരിക്കുന്ന ഒരു ഫെയിൽ അതിലുണ്ട്. ആ ഫെയിലിന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഫെയിൽ എന്താണെന്നൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമുക്ക് സർഫൊക്കെ പഠിച്ചു കഴിയുമ്പോഴേ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുള്ളൂ. എന്നാലും ഞാൻ ഐ ബിഗിൻ എന്ന് നമ്മൾ പറയില്ല, ഐ ബിഗിൻ, ഞാൻ തുടങ്ങുന്നു എന്നുപയോഗിക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഫെയിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഐ സേ എന്ന് പറയുന്ന തരത്തിലുള്ള ഫെയിലുകൾ അവിടെ ഹിഡൻ ആണ് എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ. അങ്ങനെ ആണെങ്കിൽ ബിസ്മി എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ബിസ്മി എന്തായിരിക്കും? എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ബിസ്മിനെ ഫായിൽ എന്ന് പറയുന്നത് എന്താന്നുള്ളത്. ബിസ്മി എന്തായിരിക്കും? ഞാനിത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇതൊരു ജുംല ഇസ്മിയാണ്. അവിടുത്തെ ആ ഫെയില് ജുംല ഫെയിലിയാണ്. ആ ഫെയില് മറഞ്ഞിരിക്കുകയാണ്, ഹിഡൻ ആണ്. അങ്ങനെ ആണെങ്കിൽ ബിസ്മി എന്താണ്? അതെ, മൂന്ന് പേരാണ് കറക്റ്റ് പറഞ്ഞത്. ബിസ്മി ജാർ മജ്റൂർ ആണ്. അതിലൊരു കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ബിസ്മി എന്ന് പറഞ്ഞാൽ ഹഫ്ജർ പ്ലസ് ഇസ്മു മജ്റൂർ ആണ്. ബി പ്ലസ് ഇസ്മി, ബിസ്മി ജാർ മജ്റൂർ. ഇനി ആ ജാർ മജ്റൂർ ആ ജുംലയിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ജുംല ഫെയിലിയ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ജാർ മജ്റൂർ ജുംല ഫെയിലിയയിൽ വരണമെങ്കിൽ അതെന്താണ്?
ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫേൽ. ക്ലിയർ അല്ലേ അത്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾക്ക് അനക്കമില്ലല്ലോ. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, ബാക്കി പറയൂ. ബിസ്മി ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫേൽ ആണെങ്കിൽ ഇസ്മി മുദാഫാണ്, അല്ലാഹി ലഫ്ദുൽ ജലാല മുദാഫ് ഇലൈഹി. ഓക്കെ, ഇനി അർ റഹ്മാനി എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്യുക? അതെ, അല്ലാഹി മൗസൂഫും കൂടെയാണ്. സോ അല്ലാഹി ലഫ്ദുൽ ജലാല മുദാഫ് ഇലൈഹി വ മൗസൂഫ്. അർ റഹ്മാനി സിഫ. അപ്പൊ അർ റഹീമിയോ? അർ റഹീമി എന്താണ്? രണ്ടാമത്തെ സിഫയാണ്. യെസ്, അർ റഹ്മാനി ആദ്യത്തെ സിഫ 1, അർ റഹീമി സിഫ 2 രണ്ടാമത്തെ സിഫ. ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ദ മോസ്റ്റ് മെർസിഫുൾ, ദി എസ്പെഷ്യലി മെർസിഫുൾ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മീനിങ്ങും ട്രാൻസ്ലേഷനും ഒക്കെ ഈസി ആയിട്ട് അറിയാമെന്നറിയാം. കൺസ്ട്രക്ഷൻ ഇപ്പോൾ ക്ലിയർ ആണോ? അനാലിസിസ്? ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാം. പറഞ്ഞോളൂ അൽഹംദു. മുബ്തദ, ലില്ലാഹി ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ. ബാക്കി പറയൂ. ലഫ്ദുൽ ജലാൽ അല്ലാഹി മൗസൂഫാണ്. യെസ്. റബ്ബി സിഫയാണ്. അവിടെ റബ്ബി എന്ന് വരാനുള്ള കാരണം അതാണ്. മജ്റൂർ ആയതിന്റെ റീസൺ അത് അല്ലാഹിയായിട്ട് കണക്റ്റഡ് ആണ്. അല്ലാഹി ലഫ്ദുൽ ജലാല എന്താണ്? മൗസൂഫാണ്. അപ്പൊ മൗസൂഫ് സിഫ, അങ്ങനെയാണ് ഡിങ് മാച്ച് ആവുന്നത്. ആൻഡ് റബ്ബി ബാക്കി സിഫ വ മുദാഫ്. അൽ ആലമീന എന്ത് ഇസ്മാണത്? മുദാഫ് ഇലൈഹിയാണ്. ആ ഇസ്മിനെ കുറിച്ച് പറയൂ. എന്ത് ഇസ്മാണത്?
മംനു മിന സർഫ. എന്ത് ഇസ്മാണ് അൽ ആലമീന? ജമ മുദക്കർ സാലിം മജ്റൂർ അല്ലേ? ഇതിന് നിങ്ങൾ മംനു മിന സർഫ് എന്നൊക്കെ എങ്ങനെയാ പറയാ? ജമ മുദക്കർ സാലിം മജ്റൂർ ആണ്. ക്ലിയർ ആണോ അനാലിസിസ്? ഇവിടെ അൽഹംദുവിന്റെ അലിഫ്ലാമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ സംസാരിക്കാനുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് നമ്മൾ ദ എന്നുള്ളൊരൊറ്റ ട്രാൻസ്ലേഷനിൽ നമുക്ക് നിർത്താൻ പറ്റാത്ത അലിഫ്ലാം ആണ്. ഇത് അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. ഇൻഷാല്ല നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ എല്ലാ ബുക്സും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സർവസ്തുതി അല്ലെങ്കിൽ ഓൾ പ്രേസ് എന്നുള്ള രീതിക്കാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. നിങ്ങൾ ട്രാൻസ്ലേഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദ പ്രേസ് എന്നല്ല അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. എങ്കിൽ വെറും സ്തുതി എന്നുള്ള രീതിയിലല്ല, സർവസ്തുതി എന്നുള്ള രീതിക്കാണ്. ഓക്കെ. അപ്പം ഓൾ പ്രേസ് ബിലോങ്സ് ടു അള്ളാഹ് ദ ലോർഡ് ഓഫ് ദി വേൾഡ്സ് എന്നുള്ള രീതിയിൽ സർവസ്തുതി സർവലോക പരിപാലനായ അള്ളാഹുവിനാകുന്നു എന്നുള്ള രീതിയിൽ. ബദൽ എന്താണ്? റബ്ബ് ക്യാൻ വി സേ ഇറ്റ് ആസ് ബദൽ? സിഫയും ബദലും സ്കോളേഴ്സ് രണ്ടും ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു വാക്ക് സിഫയായിട്ട് വരുന്നതിനെ അല്ലെങ്കിൽ ബദൽ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സിഫ ആൻഡ് ബദലിൽ കൂടുതൽ കൺഫ്യൂഷൻ വരുത്തേണ്ട. ബദൽ ഓക്കെ ആണ്. ഓക്കെ. പല ഇതും വരുന്ന സമയത്ത് വാക്കുകൾ അവർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് സിഫ ഔ ബദൽ, ബദൽ ഔ സിഫ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. കാരണം സിമിലർ ആണത് ബദലായിട്ടും വരുന്നത് കൊണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ പക്ഷെ അതിനെ ഒരു സിഫയായിട്ട് തന്നെയാണ്, ഡിസ്ക്രിപ്ഷൻ അല്ലേ, റബ്ബിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിഫ എന്നുള്ള രീതിക്ക് പറയുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ. ക്ലിയർ ആണോ രണ്ടായത്തുകൾ? ഓക്കെ. മൂന്നാമത്തെ ആയത്ത് അർ റഹ്മാനി റഹീമി. അനലൈസ് ചെയ്യൂ. അർ റഹ്മാനി എന്താണ്? എന്താണത് മജ്റൂർ ആവാനുള്ള ഒരു കാരണം? നമ്മൾ ഖുർആനിലേക്ക് പോകുമ്പോൾ ഒരായത്ത് തുടങ്ങുന്നത് മജ്റൂറിലാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടേ? അതിന് മുന്നേ ഉള്ള ആയത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് മുന്നേ ഉള്ള ആയത്തിലേക്ക് എവിടെയെങ്കിലും അത് മജ്റൂറാക്കാനുള്ള ഒരു കാരണമുണ്ട്. റബ്ബി ഓൾറെഡി സിഫ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ റബ്ബിയുടെ സിഫ എന്ന് പറയുമോ? ഏതായിരുന്നു മൗസൂഫ്? റബ്ബി ഏതിന്റെ സിഫയായിരുന്നു? ആ, അല്ലാഹി, ലഫ്ദുൽ ജലാല അല്ലേ? അതിന്റെ സിഫയായിരുന്നു റബ്ബി. സിഫ 1, സിഫ 2 അർ റഹ്മാനി, സിഫ 3 അർ റഹീമി. ക്ലിയർ ആണോ? വീണ്ടും അല്ലാഹി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. റബ്ബ് പറയുന്നു, അർ റഹ്മാൻ നമ്മൾ പറയാണ്, അർ റഹീം. ക്ലിയർ? മാത്തൂഫ് നാല എങ്ങനെയാണ് ആവുക ആലമീനയുടെ? അവിടെ ഹർഫുൽ അത്തഫ് നിങ്ങൾ കാണുന്നുണ്ടോ? ഹുറൂഫുൽ അത്തഫിൽ എന്തെങ്കിലും അവിടെ ഉണ്ടോ? അതെങ്ങനെയാ അപ്പൊ മാത്തൂഫ് അലയാവുക? അൽഹംദുലില്ലാ, അല്ലാഹ് ലഫ്ദുൽ ജലാലയുടെ സിഫ ഒന്നാണ് റബ്ബി.
അതേ അള്ളാഹി അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ് അർ റഹ്മാനും അർ റഹീമും. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് അത് രണ്ടും മജ്റൂറായിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ എപ്പോഴെങ്കിലും ഒരു ആയത്തിൽ തുടക്കം നിങ്ങൾ ഹർജർ കണ്ടില്ല, മുദാഫ് ഇല്ല, പക്ഷെ അത് മജ്റൂർ ആയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് മുന്നേ ഉള്ള ആയത്തുകളിലായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് മജ്റൂറിന്റെ കേസ് മാത്രമല്ല, പല രീതിയിലും പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് അതിനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനുള്ള റീസൺ കാണുന്നില്ലെങ്കിൽ അത് അതിന് മുന്നേ ഉള്ള ആയത്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് നാലാമത്തത് മാലികി യൗമിദ്ദീൻ. മാലിക്കി, എന്താണ് മാലിക്കി? ഉം, നാലാമത്തെ സിഫയാണ്, സിഫ 4. വീണ്ടും അള്ളാഹുലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. മാലിക്കി സിഫ വ മുദാഫ് യൗമി. യൗമി എന്താണ്? അതെ, മുദാഫ് വസ്താണ്, വസത്താണ്. നിങ്ങൾ മുദാഫ് ഇലൈഹി പറഞ്ഞ് നിർത്തിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അടുത്ത വാക്കിലോട്ട് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. യൗമി മുദാഫ് വസ്താണ്, അദ്ദീനി മുദാഫ് ഇലൈഹിയാണ്. ക്ലിയർ ആണോ? The owner, the master, the king of the day of judgment എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അൽഹംദുലില്ലാ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ലേ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇത് സൂറ അൽ ഫാത്തിഹയുടെ തഫ്സീറൊക്കെ പഠിച്ചിരിക്കുന്നവർക്ക് ഇനി ഈസിലി ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നോക്കാൻ പറ്റില്ല മൂന്നായത്തും, കാരണം കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾ ഇൻഷാ അല്ലാ നമ്മൾ സർഫും ബുക്ക് ടു ഒക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, അൽഹംദുലില്ലാ, ക്ലിയർ ആണോ? പഠിച്ചത് കുറച്ചെങ്കിലും നമുക്ക് ഖുർആനിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഫീല് വരുന്നില്ലേ? അൽഹംദുലില്ലാ. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, ഈ ആയത്തും കൂടെ നോക്കിയിട്ട് നമുക്ക് അൽഹംദുലില്ലാ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സൂറ അൽ ബഖറയിലെ 7-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ. ഇത് ഓക്കെ, ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതൊരു ആയത്താണ്. നിങ്ങൾ ഖുർആനിൽ അല്ലെങ്കിൽ മുസ്ഹഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് സൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ആ സ്റ്റോപ്പ് സൈൻസിൽ അത് ഒരു ജുംലയാണെന്നൊക്കെ ഒരു സൈൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ സ്റ്റോപ്പ് സൈൻ ഇല്ല. ആം, അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജുംലകളുണ്ട്. ആ ജുംലകൾ നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്ന് ആദ്യമേ നോക്കൂ, അനലൈസ് ചെയ്യുന്നതിന് മുന്നേ. ഏതൊക്കെയാണ് ജുംല എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എത്ര ജുംലയുണ്ട് എന്നുള്ളത്. എത്ര ജുംലയുണ്ട് ഇവിടെ? 3.
നാല്. ഓക്കെ. മൂന്നും നാലും എന്നൊക്കെ പറയുന്നുണ്ട്. നാല്. രണ്ട് ജുംല. ഓക്കെ. ഓക്കെ. നമുക്ക് ഇനി രണ്ടാണോ മൂന്നാണോ നാലാണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ജുംലയാണിത്? ജുംല ഫെയിലിയാണ്. അനലൈസ് ചെയ്തോളൂ. ഖത്തമ ഫെയിലാണ്. യെസ്, ഫെയിൽ മാതി. ബാക്കി പറയൂ. അള്ളാഹു ലഫ്ദുൽ ജലാല ഫാഇൽ. ബാക്കി പറയൂ. അല ഹർഫ് ജർ ആണ്. ഓക്കെ. അല കുലൂബി ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫെയിൽ. ഓക്കെ. ബാക്കി. കുലൂബി മുദാഫ്. ഹിം മുദാഫ് ഇലൈഹി. ഓക്കെ. وحرف العطف يس. ഏതാണ് മാതൂഫ്? മാതൂഫ് ഏതാണ്? അല കുലൂബ് എന്ന് പറയണം. കുലൂബിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല കുലൂബിയാണ് മാതൂഫ് ഓർ മൗതൂഫ് അല. ആൻഡ് മാതൂഫ് അല അല സംഇ. മാതൂഫ് അല അല കുലൂബാണ്. സംഇഹിം ഇദാഫയാണ്. സംഇ മുദാഫ് ആൻഡ് ഹിം മുദാഫ് ഇലൈഹി. ക്ലിയർ ആണോ? ഇനിയും ഉണ്ടോ? കണക്ഷൻ ഉണ്ടോ? മാതൂഫ് മാതൂഫ് അല. ഉണ്ടോ ഇല്ലയോ? ജുംല അവിടെ തീർന്നോ ഇല്ലയോ? ഉണ്ട്. ഓക്കെ. അല ബിസ്വരി എന്നാണോ പറയുന്നത്? ഓക്കെ. അതും അതിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ റീഷാവ് എങ്ങനെ ഇരിക്കും? റീഷാവ് എന്തായിരിക്കും? ഖബറോ? ഏതിന്റെ ഖബർ? നിങ്ങൾ ജുംല ഫെയിലിയ എന്ന് പറഞ്ഞല്ലേ സ്റ്റാർട്ട് ചെയ്തത്?
ഏതാണ് അപ്പൊ ജുംല ഇസ്മിയ? അല അബ്സാരിഹിം ഗിഷാവത്തുൻ ഒരു ജുംല ഇസ്മിയാണ്. അടുത്ത ജുംലയാണ്, അത് ജുംല ഇസ്മിയാണ്. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ജുംല ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം ഒരു ജുംല. വഹർഫുൽ അത്ഫ് അലാ അബ്സാരിഹിം ഗിഷാവത്തുൻ അടുത്ത ജുംല. വഹർഫുൽ അത്ഫ് ലഹും അദാബുൻ അദീം അടുത്ത ജുംല. ക്ലിയർ ആണോ? അപ്പൊ എത്ര ജുംല ഉണ്ട് മൊത്തം? 3 ജുംല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ജുംല അനലൈസ് ചെയ്യൂ നിങ്ങള്. വാവ് ഹർഫ് അത്ഫ്. ഓക്കെ. ജുംല ഇസ്മിയാണ്. ഓക്കെ, അനലൈസ് ചെയ്യൂ. അലാ അബ്സാരി ജാർ മജ്റൂർ. ശിബു ജുംല ഖബർ മുഖദ്ദം അബ്സാരി മുദാഫ് ഹിം और هم مضاف إليه غشاوة മുബ്തദ മുഅഖർ. ലാസ്റ്റ് ജുംലയും കൂടെ അനലൈസ് ചെയ്തേ. വൗ ഹർഫുൽ അത്ഫ് ലഹും ജാർ മജ്റൂർ ശിബു ജുംല ഖബർ മുഖദ്ദം അദാബുൻ മുബത്തദ മുഅഖർ എന്ന് പറഞ്ഞ് മാത്രം നിർത്തരുത്. നിങ്ങൾ അടുത്ത അതിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് ചിന്തിക്കണം. മുബത്തദ മുഅഖർ വ മൗസൂഫ് അദീമുൻ സിഫ. അൽഹംദുലില്ലാ, ക്ലിയർ അല്ലേ? ഇനി ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഇപ്പൊ ഇനി നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ട്രാൻസ്ലേഷൻ. ഫസ്റ്റ് ജുംല ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. ഖതമ. ഖതമയുടെ അർത്ഥം എന്താണ്? ഖതമയുടെ അർത്ഥം എന്താണ്? സീൽ ചെയ്തു. യെസ്. ഖതമ അല്ലാഹു. മുദ്ര വെച്ചു. യെസ്. ഖതമ അല്ലാഹു. ഇപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം.
അള്ളാഹു സീൽ ചെയ്തു. ഓക്കെ. അലാ കുലൂബിഹിം എന്താണ്? കുലൂബ് അവരുടെ their hearts അല്ലേ? upon their hearts അവരുടെ ഹൃദയങ്ങൾ മേൽ. ഓക്കെ. അല സംഇഹിം സംഇഹിം എന്താണ്? ഹിയറിംഗ് ആണ്, കേൾവി. their ഹിയറിംഗ് അവരുടെ കേൾവി. പിന്നെ ആ ജുംലേനെ മൊത്തത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ആ ഫുൾ ജുംലേനെ ട്രാൻസ്ലേറ്റ് ചെയ്തേ. ഞാൻ അടുത്ത ജുംലയിലേക്ക് പോകാൻ പറഞ്ഞില്ല, നിങ്ങൾ ആ ഇപ്പോൾ ഉള്ള ജുംല ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ മൊത്തം. ഹൃദയങ്ങൾ ഉണ്ട് കേട്ടോ. ഹൃദയം എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലേ ആവുന്നുള്ളൂ. കേൾവി അല്ലെങ്കിൽ കാതുകൾ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അവരുടെ യെസ് ഹൃദയങ്ങൾ മേലും അവരുടെ കേൾവിയുടെ മേലിലും മുദ്ര വെച്ചു. മേലിലും എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയില് മിസ് ചെയ്യരുത്. ഖത്തം അള്ളാഹു മിസ്സാവരുത്. Allah has set a seal upon their hearts and upon their hearing. ഓക്കെ. വഅല അബ്സാരിഹിം ഗിഷാവത്തുൻ. വഅല അബ്സാരിഹിം എന്താണ് അർത്ഥം? ഉം. അബ്സാർ എന്താണ് അർത്ഥം? വിഷൻ, ദൃഷ്ടി, കാഴ്ച. യെസ്. ഗിഷാവ എന്താണ്? ഗിഷാവ ഗിഷാവത്തുൻ മൂടിയാണ്. യെസ്. വെയിൽ, കവർ. ഓക്കെ. ഇനി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ജുംല. വഅല അബ്സാരിഹിം ഗിഷാവ. അവരുടെ നിങ്ങൾ കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ചെയ്യണം കേട്ടോ. ദൃഷ്ടിയുടെ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയോ? അവരുടെ ദൃഷ്ടി അല്ലെങ്കിൽ അവരുടെ കാഴ്ച. അവരുടെ കാഴ്ചയിന്മേൽ ഒരു മൂടി. യെസ്. നമുക്ക് മൂടി ഇട്ടു എന്നൊക്കെ പറയാൻ അതൊരു ജുംല ഫെയിലിയ അല്ലല്ലോ. നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇത് ജുംല ഫെയിലിയ അല്ല. നമ്മൾ ഖത്തമല്ലാഹു അവിടെ ഫെയിലായിട്ട് പറയാൻ കാരണം അത് ഫെയിൽ ഉണ്ട് അവിടെ. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ആ ഫെയിലിന്റെ രീതിയിൽ ആ ക്രിയയുടെ രീതിയിൽ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വാല ബിസ്വാരിയും ഋഷാബ എന്ന് പറയുന്ന ജുംല ഇസ്മിയാണ്. അവരുടെ കാഴ്ചയുടെ മേൽ അല്ലെങ്കിൽ കാഴ്ചകളെ അല്ലെങ്കിൽ ദൃഷ്ടികളുടെ മേലിൽ ഒരു മൂടിയുണ്ട്. യെസ്. ആൻഡ് അപ്പോൺ ദ വിഷൻ ഇസ് എ വെയിൽ. ഒരു കവ, ഒരു മറ. ഓക്കെ. വലഹും അദാബുൻ അദീമുൻ. ആ ജുംല മൊത്തത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേ.
ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മലയാളം ചെയ്യുന്നവർ മലയാളം ചെയ്യുക. അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. വലിയ ശിക്ഷ, യെസ്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ദേ ഹാവ് എന്നാണോ? ദേ ഹാവ് എന്നാണോ എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക? ലഹും. ലഹും എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യുക? For them. And for them is a great or painful punishment. Okay. റബ്ബ് നമ്മളെ കാക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. സോ ക്ലിയർ ആണോ അത്? ഒരായത്ത് നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിയത്. അത്യാവശ്യം വലിയൊരു ആയത്ത്. അൽഹംദുലില്ലാ. ഇതില് കുറെ ജമ ഉണ്ടായിരുന്നു. ആ ജമ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മള് സൂറ അൽ ഫാത്തിഹയിലും ജമ ഉണ്ടായിരുന്നു. സാലിമും തക്സീറും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ആമീൻ ആമീൻ വയ്യക്കും. അൽഹംദുലില്ലാ. അപ്പോ നമുക്ക് ഇവിടെ നിർത്താൻ തോന്നുന്നു. എനിക്ക് എക്സ്ട്രാ ആയിട്ട് ഇന്ന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ആക്ച്വലി സൂറ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയണമെന്നുണ്ടായിരുന്നു. എന്നാലും ഞാനിപ്പോൾ ചോദിക്കാം. ഒരു ഇസ്മ എപ്പോഴാണ് സോറി, എപ്പോഴാണ് തൻവീൻ എടുക്കാത്തതെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എങ്ങനെ കൊടുക്കും? ഒരു ഇസ്മ തൻവീൻ എടുക്കാത്തത് എപ്പോ? മംനൂമിന സർഫ് മാത്രമാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? നിങ്ങൾ ബുക്ക് 1 കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആ രീതിക്ക് ചിന്തിക്കൂ. ഓക്കെ, അല്ലുള്ളപ്പോൾ അതായിരുന്നു നിങ്ങൾ ആദ്യമേ പഠിച്ച പോയിന്റ് അല്ലേ? അല്ലുണ്ടെങ്കിൽ തൻവീൻ എടുക്കില്ല. സോ അല്ലുണ്ടെങ്കിൽ ഒരു ഇസ്മ തൻവീൻ എടുക്കില്ല. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്, അതിനുശേഷം നിങ്ങൾ ഒരു ഇത് പഠിച്ചു, തൻവീൻ എടുക്കാത്ത ഒരു സിറ്റുവേഷൻ. അല്ലെന്ന് പറയുന്നത് മാരിഫയാണ്, യെസ്. അതിനുശേഷം നിങ്ങൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? മുദാഫ്. യെസ്, മുദാഫ് തൻവീൻ എടുക്കില്ല എന്ന് നിങ്ങൾ പഠിച്ചു. അതും കഴിഞ്ഞ് നിങ്ങൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു. മംനൂമിന സർഫിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, ഒരു അവസ്ഥയും കൂടെ നിങ്ങൾ പഠിച്ചു, തൻവീൻ എടുക്കാത്തത്. മുനാദ. യെസ്, മുനാദ. മുനാദ തൻവീൻ എടുക്കോ? തൻവീൻ ഡ്രോപ്പ് ചെയ്യും നമ്മൾ പഠിച്ചില്ലേ? യെസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. വെറും മംനൂമിന സർഫ് മാത്രമല്ല, കാരണം മംനൂമിന സർഫ് നമ്മൾ ഇത്രയും ലാസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് മംനൂമിന സർഫ് മാത്രമാണ് തൻവീൻ എടുക്കില്ല എന്നുള്ളൊരു ഇതിൽ മനസ്സിലാക്കി വെക്കരുത്. തൻവീൻ എടുക്കാത്ത വേറെയും സാഹചര്യങ്ങളുണ്ട്. അല്ല് വന്നാലോ അല്ലെങ്കിൽ മുദാഫായാലോ മുനാദ ആയാലോ ഒക്കെ തൻവീൻ എടുക്കില്ല. ആൻഡ് മംനൂമിന സർഫ്, യെസ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ റിവിഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങുക. ഇൻഷാല്ല നമുക്ക് റിവിഷൻ ക്ലാസ്സസ് അടുപ്പിച്ച് തന്നെ ആയിരിക്കും കേട്ടോ.
ഓക്കെ, ഗ്യാപ്പ് ഉണ്ടാവില്ല. ഞാൻ എത്രയും വേഗം റിവിഷൻ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് എക്സാമിനുള്ള ഇത് നോക്കുകയാണ് ഇൻഷാല്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം തൊട്ടുള്ളത് റിവൈസ് ചെയ്യുക. ഗ്രൂപ്പിൽ ഏത് ലെസൺ ആണെങ്കിലും ഏത് ക്ലാസ് ആണെങ്കിലും മടി വിചാരിക്കാതെ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക ഇൻഷാല്ല. ഇതുവരെയുള്ള എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് തറോ ആയിരിക്കണം, ഒരു ഗ്യാപ്പും വരാതെ നിങ്ങൾക്ക് തറോ ആയിരിക്കണം. നമ്മൾ അത്രയ്ക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട് ത്രൂ ലെസൺസ്. അൽഹംദുലില്ലാ, ലെസൺസിൽ ഓരോ എക്സസൈസസ് വെച്ചിട്ടും നമ്മൾ ചെയ്ത് ഇത് ചെയ്തിരുന്നു, പ്രാക്ടീസ് ചെയ്ത് പോവുക ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോയേ പറ്റുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇൻഷാല്ല. ബാക്കി നിങ്ങൾക്ക് ഡൗട്ട്സ് ഗ്രൂപ്പിൽ ചോദിക്കാം ഇൻഷാല്ല. സോറി, സെമ്മ് സെമ്മ് യെസ്, പ്ലൂറൽ ആണ് കേട്ടോ. സോറി, സെമ്മ് മുഫ്രദാണ്. പ്ലൂറൽ എന്നാണോ ഞാൻ പറഞ്ഞത്? മുഫ്രദാണ്. സെമ്മ് ഇതാണ്. ജമ്മ് വരുന്നത് അസ്മ എന്നാണ് അതിൻ്റെ. യെസ്. ഓക്കെ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.